ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 15-ാം തീയതി വ്യാഴാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാളത്തെ റേഷൻ വിതരണവുമാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നാളെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. റേഷൻ വിതരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ CBSE നമ്മുടെ സംസ്ഥാന SSLC +2 പരീക്ഷകളെ കുറിച്ചുമാണ് പറയുന്നത്. പരീക്ഷകൾ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. ഏപ്രിൽ മാസം പകുതിയായി. ഏപ്രിൽ റേഷൻ വിതരണം ഇപ്പോൾ തുടങ്ങി എന്നേ പറയാനായിട്ടുള്ളൂ. കാരണം സ്പെഷ്യൽ അരിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് വന്നത്. ഒരുപാട് അവധി ദിവസങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു മാസം. അതുകൊണ്ട് ഇപ്പൊ ഇന്നും അവധിയായിരുന്നു. വിഷു കാരണം ഇലക്ഷന്റെ അവധി ഉണ്ടായിരുന്നു, ദുഃഖവെള്ളി അവധി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അവധികൾ ഈ ഒരു മാസം ഉണ്ടായിരുന്നു. അപ്പൊ റേഷൻ വിതരണം സജീവമായി ആകുന്നതേ ഉള്ളൂ. എല്ലാ ആളുകൾക്കും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ മാസം ഭക്ഷ്യവിഹിതങ്ങൾ വരാൻ ഒരുപാട് താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ റേഷൻ കടയിൽ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളും സ്റ്റോക്ക് ഉണ്ട്. വിഷു കിറ്റ് ഇപ്പോഴും എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ളത് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യൽ അരിയുടെ വിതരണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഏപ്രിൽ മാസത്തേതല്ല, മാർച്ച് മാസത്തേതാണ് നടക്കുന്നത്. ഏപ്രിൽ മാസത്തേത് ഇനി എന്നാണ് വിതരണം തുടങ്ങുക എന്നുള്ളത് നമ്മൾ അറിയിക്കാം എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എന്ന് തുടങ്ങും എന്ന് നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഓരോ കാർഡിനും അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ എല്ലാം റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷ്യ കിറ്റും സ്പെഷ്യൽ അരിയും അതുമാത്രമാണ് റേഷൻ കടയിൽ സ്റ്റോക്ക് ഇല്ലാത്തത്. നീല വെള്ള റേഷൻ കാർഡുള്ള മാർച്ച് മാസത്തെ സ്പെഷ്യൽ അരി റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ മാർച്ച് മാസത്തെ ഭക്ഷ്യ കിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് അത് പോയിട്ട് വാങ്ങാവുന്നതാണ്. അത് എല്ലാ റേഷൻ കാർഡുകാർക്കും പോയിട്ട് വാങ്ങാവുന്നതാണ്. ഇത്രയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അതായത് രാജ്യത്ത് കോവിഡിന്റെ 2ാം വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. ഇന്ന് 2 ലക്ഷത്തിന് അടുത്താണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നാളെ മിക്കവാറും അത് 2 ലക്ഷം ക്രോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ CBSE പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പല മുഖ്യമന്ത്രിമാരും ഈ ഒരു പരീക്ഷ മാറ്റിവെക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം ഇതിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതായത് CBSE 10ാം ക്ലാസ് പരീക്ഷകൾ ഈ വർഷം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്പെഷ്യൽ മാർക്ക് നൽകി അവരെ വിജയിപ്പിക്കുകയാണ് ചെയ്യുക. CBSE 12ാം ക്ലാസ് പരീക്ഷ പിന്നീട് നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെയും ഒരു കണക്ക്, അതിന്റെ ഒരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. അത് എന്ന് നടത്തുമെന്നുള്ള ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും പരീക്ഷ നടത്തുന്നതിന് 15 ദിവസം മുമ്പ് വിദ്യാർത്ഥി അറിയും ആ ഒരു തീയതി എന്നാണ് ഇപ്പോൾ CBSE വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും CBSE ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇത് കേരളത്തിലാണ് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ സംസ്ഥാന തലത്തിലുള്ള 10ാം ക്ലാസ് +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിർത്തിവെക്കുകയില്ല എന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് CBSE വിഭാഗത്തിൽ പഠിക്കുന്ന ഏകദേശം 40,000 കുട്ടികൾ ഓരോ വർഷവും സംസ്ഥാനത്ത് +1 അഡ്മിഷൻ നേടാറുണ്ട്. ഈ ഒരു സമയത്തിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലുള്ള 10ാം ക്ലാസ് പരീക്ഷ കഴിയുകയും CBSE പരീക്ഷകൾ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ +1 പ്രവേശനം CBSE വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് പോവാനുള്ള കാരണം ഇലക്ഷന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരീക്ഷ നീട്ടിവെച്ചതാണ്. മാർച്ച് മാസത്തിൽ തന്നെ ഈ പരീക്ഷകൾ തീരേണ്ടതായിരുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ CBSE പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. CBSE 12ാം ക്ലാസ് പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷ ഒഴിവാക്കിയിരിക്കുന്നു. ഇനി പരീക്ഷ ഉണ്ടാവില്ല, അവരെ ജയിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ SSLC +2 പരീക്ഷകളിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ നടക്കും. പുതിയ 10ാം ക്ലാസ്, ഇനി വരുന്ന 10ാം ക്ലാസ് ബാച്ചിന്റെ ക്ലാസുകൾ മെയ് മാസം തന്നെ ഓൺലൈനായിട്ട് ആരംഭിക്കുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പം അത് സംബന്ധമായിട്ടുള്ള കൂടുതൽ അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവായ വീഡിയോകളും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.